ഹലോ ഗൈസ്, ആനിം ഷോർട്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഗാവോ യിങ്ങിന്റെ നിരീക്ഷണത്തിൽ നിർബന്ധിത സഹവാസം ആരംഭിച്ചത്. അവർ ഹുവാ വുയുടെ ക്ഷണത്തിൽ ഇവാൻ പ്ലാസയിലെത്തിയത്. അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഒരു പെൺകുട്ടിയെ ബന്ധിച്ച നിലയിൽ ഗാവോ യിങ് കണ്ടെത്തിയത്. നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ മറ്റാരോ ആവേശം കൊണ്ടിരിക്കുന്നു. അവളുടെ ശബ്ദം അത് ഫോ യെയുടെ ശബ്ദമാണ്. അവളോട് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, നിന്റെ സുഹൃത്ത്. അവിടെ മുഴുവനും തായ്സൂയിയുടെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു. അവൻ ഗാവോ യിങ്ങിലെ തായ്സൂയിയെ ഉണർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ യിൻഡിങ് ഗാവോ യിങ്ങിലെ തായ്സൂയിയുടെ ശക്തിയെ സീൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവനെ തായ്സൂയി കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഫോ യെ അവനെ വിടുന്നില്ല. അവൻ വീണ്ടും തായ്സൂയിയെ ഉണർത്താൻ ശ്രമിക്കുന്നു.看起来只有一种办法，就是杀之。这是你的命，所以你再敢乱跑，我不介意杀了你。他是我们共同的敌人，我特意困住他，就是为了这一刻。ഈ സമയം യിൻഡിങ് രാക്ഷസജീവികളുമായുള്ള പോരാട്ടം തുടരുകയാണ്. ഇവിടെ ഫോ യെയും തായ്സൂയിയും ചേർന്ന് ഗാവോ യിങ്ങിനെ പിടിച്ചു നിർത്തുന്നു. ഗാവോ യിങ് പരമാവധി പിടിച്ചുനിന്നെങ്കിലും ഒടുവിൽ തായ്സൂയിയുടെ സീൽ തകർക്കുകയും ഗാവോ യിങ്ങിനെ നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയം യിൻഡിങ് രാക്ഷസജീവികളുമായുള്ള പോരാട്ടം പൂർത്തിയാക്കി അവിടെ എത്തിച്ചേരുന്നു. അവൻ ഗാവോ യിങ്ങിനെ ശാന്തനാക്കുന്നു. എന്നിട്ട് യിൻഡിങ്ങും ഫോ യെയും തമ്മിൽ പോരാട്ടം ആരംഭിക്കുന്നു. യിൻഡിങ് ഫോ യെയെ പരാജയപ്പെടുത്തുന്നു. ഇതോടെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഫോ യെ പിന്മാറുന്നു. ഫോ യെ പോയതിനുശേഷം ആ പെൺകുട്ടിക്ക് ബോധം വീണ്ടെടുക്കുന്നു. അവൾക്ക് യിൻഡിങ്ങിനെ അറിയാമായിരുന്നു. യിൻഡിങ് അവളോട് ചോദിക്കുന്നു, നീ ആരാണ്? അവൾ പറയുന്നു, ഒരിക്കൽ ഞാൻ ഹൈനസിനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു. നാൻഡിങ് നഗരത്തിന്റെ പതനത്തിനു ശേഷം ആരോ എന്നെ വ്യാജമായി ദുരാത്മാവ് എന്ന് ആരോപിച്ചു. ഞാൻ 8 കോഫൻസ് ഈവൽ ഫൊർമേഷൻ കീഴിൽ അടിച്ചമർത്തപ്പെട്ടു. എന്റെ വിദ്വേഷത്തെ തായ്സൂയി ആണിയെ വളർത്താനായിരുന്നു അവരുടെ ഉദ്ദേശം. നൂറ്റാണ്ടുകളായി ഈ ദുഷ്ടരൂപം നിരപരാധികളെ കെണിയിൽ വീഴ്ത്തി. പക്ഷേ അവരെ രക്ഷിക്കാൻ എന്റെ ശക്തി മാത്രം പോരായിരുന്നു. ഇന്നുവരെ ആ സൂത്രധാരൻ എന്നെ രൂപത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥാപിച്ച് മുഴുവൻ തായ്സൂയി പൂക്കളുടെ വളർച്ച വേഗത്തിൽ വളർത്താൻ നോക്കുന്നു. അതുവഴി തായ്സൂയിയുടെയും ഗാവോ യിങ്ങിനെയും ഒന്നിപ്പിക്കാനാണ് അവരുടെ ശ്രമം. ഈ പെൺകുട്ടിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. അവളുടെ കണ്ണുകളിൽ 2 കൃഷ്ണമണികൾ ഉണ്ട്. ഇതിന് ഹീലിംഗ് പവർ ഉണ്ട്. അവൾ തന്റെ ഡബിൾ പ്യൂപ്പിൾ ഉപയോഗിച്ച് യിൻഡിങ്ങിനെ രോഗശാന്തി ചെയ്യുന്നു. അതുപോലെ തന്നെ അവൾക്ക് ഭാഗ്യവും ദുർഭാഗ്യവും കാണാനുള്ള കഴിവും ഉണ്ട്. അവൾ യിൻഡിങ്ങിനോട് സൂക്ഷിക്കാൻ പറയുന്നു. ഹൈനസിന്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനുശേഷം ആ പെൺകുട്ടി അവരുടെ കൂടെ ചേരുന്നു. അവൾ ഇപ്പോൾ ഗാവോ യിങ്ങിനും യിൻഡിങ്ങിനും ഒപ്പം ഉണ്ട്. യിൻഡിങ് ഷമന്റെ അടുത്ത് പോകുന്നു. ഷമനോട് ചോദിച്ചു, തായ്സൂയിയെ കൊല്ലാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ?罪人瓜尔佳殷庭，拜见萨满大神。殷庭，你身上因何有伤？殷庭无碍，此次前来求问萨满大神达太岁之法，可有其二？你想保住天选之人的性命？殷庭，你应该明白为何雪上大雨。是。通天之人，其命受制于天，与天选之人阴阳对立，相生相克。如何能保全天选之人？ഷമൻ പറയുന്നു, ഹെവൻലി കണക്ടറോ അല്ലെങ്കിൽ ചോസൻ വണ്ണോ ഇവരിൽ ഒരാൾ മരിക്കേണ്ടി വരും.